ഹലോ ഗൈസ്, ഒരു പ്രത്യേകത അറിയിപ്പുണ്ട്. ബങ്കറിനകത്ത് ഒളിച്ചിരുന്ന കൊതൻറാണി പുറത്ത് ചാടിയിട്ടുണ്ട്. മാനസിക നില പ്രശ്നമാണ്, എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് പറയുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തോന്നി ഇറാൻ വിട്ട മിസൈൽ തലയ്ക്കകത്ത് വീണത് കൊണ്ടാണോ അതോ തലയുടെ സൈഡ് കൂടെ പോയത് കൊണ്ടാണോ എന്തോ ഒരു മാനസിക പ്രോബ്ലം സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് പറയുന്നു. ഇനി അതല്ല, ജെറുസലേമിൽ തുണിയില്ലാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടാണോ ഇങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിച്ചെന്നറിയില്ല. എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ കാണുന്നവരൊന്നും ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ വീടിന്റെ അകത്ത് കൂടി കയറി കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടി കൊണ്ടാൽ വിവരം അറിയാലോ. ഈ കൊതൻറാണി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് കണ്ടു നോക്കും. ഇവിടെ ഒരു ഓനപടക്കവും പൊട്ടിയിട്ടില്ല. അവിടെ ഇവിടങ്ങളിലായി ചെറുതായിട്ട് വീണ് ഇസ്രായേൽ അയൺഡോമിനെ പ്രതിരോധിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ വീണ സാധനങ്ങൾ ചിലത് കിടന്ന് പൊട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിസ്സാരമായ പരിക്കോടുകൂടി ആളുകൾ രക്ഷപ്പെട്ടു. അതിനകത്ത് ഒരു സ്ത്രീ മാത്രമാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞത്, ഗുരുതരമായി മരണപ്പെട്ടത് ഒരു സ്ത്രീ മാത്രമാണ്. ബാക്കി ഉള്ളവരെല്ലാവരും തന്നെ ഒരു 63 ഇറാന്റെ മേളിൽ എയർബേസ് മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ടെഹ്റാനിൽ കത്തി അവിടെ ഇനി ഒന്നും ബാക്കിയില്ലെന്നുള്ളത് വേണം പറയാൻ. ആഭ്യന്തര മന്ത്രാലയം കത്തി. ഹൊമേനി റഷ്യക്ക് വേണ്ടി നാട് വിട്ടു എന്ന് പറഞ്ഞു. ഹൊമേനി റഷ്യയിൽ നാട് വിട്ടു. ഇങ്ങനെ എല്ലാവരും ഓട്ടത്തോടെ ഓട്ടം പറയുമ്പോഴത്തേക്കും ഇവിടെ ബംഗറിൽ ഇരിക്കുന്നതിന്റെ പേരും പറഞ്ഞങ്ങ് കേട്ടില്ലേ ഗൈസ്, ഇതാണ് കൊതൻറാണിയുടെ അവസ്ഥ. അതായത് ഇറാന്റെ മിസൈൽ ഇവളുടെ കാലിന്റെ ഇടയിൽ കൂടെയോ തലന്റെ സൈഡിൽ കൂടെയോ പോയതിനു ശേഷം ഇതുപോലെയാണ്, ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പിച്ചുമ്പേ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ തെമ്മാടി രാജ്യത്തിനെ വെളുപ്പിക്കുക, അവിടെയുള്ള തെമ്മാടി ജൂതന്മാരെ വെളുപ്പിക്കുക, ഇതൊക്കെയാണ് ഈ അമ്മച്ചിയുടെ കൊതൻറാണിയുടെ മെയിൻ പരിപാടി. എന്തായാലും കൊതൻറാണി ബേജാറാകണ്ട. ഇവിടുന്ന് അണ്ടിമൊക്കെ ഷാജിന്ന് കുറച്ച് മിത്രങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. അമ്മച്ചിയെ രക്ഷിക്കുന്നതായിരിക്കും, കൊതൻറാണി രക്ഷിക്കുന്നതായിരിക്കും. ആവട്ടെ, എന്താണ് ഇപ്പൊ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ അവസ്ഥ? വല്ല വിവരമുണ്ടോ? അതോ ഇപ്പോഴും ബംഗാളിൽ തന്നെയാണോ?